നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ ഉറങ്ങാൻ വേണ്ടിയാ റൂമിൽ നിന്ന് പോകുന്നത്. നന്നായി റെസ്റ്റ് എടുത്താലേ എല്ലാം മാറി പെട്ടെന്ന് പഴയതുപോലെ ആവുള്ളൂ. മഹിയേട്ടന്റെ മനസ്സ് മാറണം. ഗംഗ മഹിയേട്ടന്റെ ഭാര്യയായി മാറണം. മഹിയേട്ടനും ഗംഗയും എന്റെ മാളുവിന്റെ അച്ഛനും അമ്മയായി ജീവിക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് ഈ ലോകം വിടാൻ. മോളെ, ധാര വന്നിരിക്കുന്ന നോക്കിയേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി ഗംഗെ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഞാനിതെല്ലാം ഹോസ്പിറ്റലിൽ വന്നപ്പോ നിന്നോട് പറഞ്ഞതല്ലേ. എന്തിനാ ഗംഗ ആ ബസ്സിൽ കയറാൻ പോയത്? അതിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഗംഗയ്ക്കൊന്നും സംഭവിക്കാത്തത് എന്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചതാ ഞാൻ. എന്റെ ജീവൻ പകരം കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. മോൻ പറഞ്ഞത് സത്യമാ. നിന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ എന്റെ മോള് ഒരു പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. സത്യം പറയാലോ, ഞാൻ ഗംഗയെ ഇത്രയും സ്നേഹിക്കുന്നെന്ന് എനിക്ക് തന്നെ ബോധ്യമായ നിമിഷമായിരുന്നു അത്. കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പ്രാണൻ വെടിഞ്ഞ് നിനക്കൊപ്പം വരാൻ തയ്യാറായതാ ഞാൻ. എന്റെ മോള് ചെയ്ത പുണ്യം കൊണ്ടാ നിന്നെപ്പോലെ ഒരാളെ ഇവൾക്ക് കിട്ടിയത്, അല്ലേ മോളെ? ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ഉണ്ട് നടത്താൻ. ഇപ്പൊ ഒരെണ്ണം ചെയ്തിട്ടാ വരുന്നേ. ഗംഗയെ തിരിച്ചു തന്നതിന് ശ്രീകണ്ഠേശ്വരത്ത് പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇനി എന്റെ ഗംഗയ്ക്ക് ഒരു ദുഃഖവും ദുരിതവും ഉണ്ടാവില്ല. ഗംഗ എന്തൊന്നും മിണ്ടാത്തെ? ഗംഗയുടെ സംസാരം കേൾക്കാനല്ലേ ഞാൻ ഓടി വന്നത്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ, ഇവൾ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അറിയാം. എനിക്കൊന്നിനും പരാതിയില്ല മുത്തശ്ശി. കാരണം ഞാൻ ഗംഗയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ആരാ മോനെ? അത് എന്റെ ഒരു സുഹൃത്താ മുത്തശ്ശി. മോൻ ഫോണെടുത്ത് സംസാരിക്കേ. വേണ്ട മുത്തശ്ശി, ഇത് ഞാൻ എന്റെ ഗംഗയോടും മുത്തശ്ശിയോടും സംസാരിക്കുന്ന സമയല്ലേ. അതിനിടയിൽ മറ്റൊന്നിനും പോവാൻ എനിക്ക് താല്പര്യമില്ല. അതിനെന്താ, ഫോൺ ചെയ്തിട്ടും സംസാരിക്കാമല്ലോ. മോൻ പോയി ഫോൺ എടുത്ത് സംസാരിക്കേ. ശരി, മുത്തശ്ശി പറയുന്ന എന്തോ അനുസരിക്കാനാ എനിക്കിഷ്ടം. മോളെ, എന്ത് നല്ല പയ്യനാ. എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാ. സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തനിയെ ഉണ്ടാവേണ്ടതാ. അത് ആർക്കും ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ കിട്ടുന്നതാ. അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോ മഹേട്ടൻ ഇങ്ങനെ പല ന്യായങ്ങളും പറയും. അയ്യോ ശ്രേയച്ചി, എന്റെ ഭാഗത്തുനിന്ന് ശ്രേയച്ചി വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.
ഇവിടത്തെ കാര്യങ്ങൾ നോക്കണമെന്ന് വലിയ ഗമ പറയുന്ന ശ്രേയ എന്താ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? എങ്ങനെ ചെയ്യുന്നത് പോലെ ഇതൊക്കെ ശ്രേയക്കും ചെയ്യാലോ. എന്തിനാ മാളു മോൾ എന്നോട് ഇങ്ങനെ പിണക്കം കാണിക്കുന്നെ? ഗംഗ ഉടനെ ഇവിടുന്ന് പോവും. പിന്നെ ഞാനാ മോളുടെയും മഹേട്ടന്റെയും കാര്യങ്ങൾ നോക്കുന്നത്. ഇല്ല ശ്രേയ, അതൊരിക്കലും നടക്കില്ല. എന്റെ മോളെയും മഹിയേട്ടനെയും നോക്കേണ്ടത് ഗംഗ തന്നെയാ. അവളത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ശ്രേയ എനിക്കും അച്ഛനും വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ ഗംഗ തന്നെ നോക്കൂ. എനിക്കും അച്ഛനും അത് തന്നെ ഇഷ്ടം. ആ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാസ ശമ്പളത്തിന് ഞാനൊരു ഹോം നഴ്സിനെ വെക്കണമെന്ന് കരുതിയതായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഹോം നഴ്സ് എത്ര ഭംഗിയായി നോക്കിയാലും അവൾക്ക് വീട്ടുകാരിയാവാൻ സാധിക്കില്ല. അവസാനം ശമ്പളം വാങ്ങി തിരികെ പോവാ തന്നെ വേണം. അത് മറക്കണ്ട. ശ്രേയ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമായോ ഗംഗേ? ഏയ് ഇല്ല മഹേട്ടാ. ശ്രേയച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കൊരിക്കലും ശ്രേയച്ചിയാവാൻ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? ഗംഗയ്ക്ക് എന്താ മഹിയെ കല്യാണം കഴിച്ചാൽ? മാളു, ഒരിക്കലും ശ്രേയച്ചോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും നാളെ മാളുവിന്റെ അമ്മ ആവേണ്ടത് ശ്രേയച്ചിയാ. അതുകൊണ്ട് എന്നും സ്നേഹത്തോടെ സംസാരിക്കാവൂ. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഗംഗ മാത്രം മതി. അങ്ങനെയല്ല മോളെ. ശ്രേയച്ചി പറഞ്ഞതുപോലെ ഞാനൊരു ഹോം നഴ്സ് മാത്രം. പക്ഷെ ആ സ്ഥാനത്ത് നിന്നായാലും മഹേട്ടന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ സാധിക്കണേന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ എന്നെ നോക്കാനും സ്നേഹിക്കാനും മറ്റാർക്കും കഴിയില്ല ഗംഗേ. സത്യം മഹിയേട്ട, ഇത്രയും കരുതലോടെ മഹിയേട്ടനെ സ്നേഹിക്കാൻ മറ്റാർക്ക് സാധിക്കും? എനിക്ക് പോലും അത് സാധിച്ചിട്ടില്ല. എന്നും ഈ കരുതലും സ്നേഹവും എന്റെ മഹിയേട്ടനുണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.